ഹായ്, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരാളൊരു തെറ്റ് ചെയ്താൽ അതിനെ എടുത്തു കാണിക്കാൻ 1000 പേരുണ്ടാകും. എന്നാൽ അയാൾ 1000 ശരികൾ ചെയ്താലും അതിനെ പ്രോത്സാഹിപ്പിക്കാനും എടുത്തു പറയാനും ഒരാൾ പോലും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ജനങ്ങളിൽ നിന്നൊന്നും പ്രതീക്ഷിക്കുന്നു, പടച്ചവനിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കുക. ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വന്ന അടുത്തിടെ ഓൺലൈൻ മീഡിയയിൽ കണ്ട ഒരു ചരിത്ര കഥ ഓർമ്മ വരികയാണ്. ഒരു ചെറിയ സംഭവം. പ്രശസ്ത ശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റീനെ കുറിച്ച് അറിയാത്തവരായി ആരും ഉണ്ടാവുകയില്ല. അദ്ദേഹം സ്വന്തം വിദ്യാർത്ഥികൾക്ക് ഗണിതശാസ്ത്രത്തിൻ്റെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ബോർഡിൽ ഗുണനപ്പട്ടിക എഴുതുകയാണ്. 9ൻ്റെ ഗുണനപ്പട്ടിക എഴുതിയ കൂട്ടത്തിൽ അദ്ദേഹം 9 ഗുണം 10 90 എന്നെഴുതുന്നതിന് പകരം 90 എന്നെഴുതുന്നതിന് പകരം 91 എന്ന സംഖ്യയാണ് എഴുതിയത്. ഇത് കണ്ട് ഇത്രയും പ്രശസ്തനായ ഒരു വ്യക്തിക്ക്, ഒരു കൊച്ചു കുഞ്ഞിന് പോലും അറിയാവുന്ന ഒരു ചെറിയ കാര്യം തെറ്റിപ്പോയതിൽ സ്വന്തം വിദ്യാർത്ഥികൾ തന്നെ അദ്ദേഹത്തിനെ പരിഹസിച്ച് ചിരിക്കാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീൻ ഇങ്ങനെ പ്രതിവദിച്ചു: ഞാൻ ഇത്രയും നേരം ശരികൾ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ നിങ്ങളാരും തന്നെ പ്രതികരിച്ചില്ല. എന്നാൽ എനിക്കൊരു ചെറിയ തെറ്റ് സംഭവിച്ചു പോയപ്പോൾ അതിനെ പരിഹസിക്കാനും ആക്ഷേപിക്കാനും നിങ്ങൾ തയ്യാറായി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, തെറ്റ് ചെയ്യുന്നതിലല്ല, അത് തിരുത്താതിരിക്കുന്നതിലാണ് വലിയ കുറ്റമുള്ളത്. അപ്പോൾ നമ്മൾ ആർക്കും വേണ്ടിയും നന്മകൾ പ്രവർത്തിക്കേണ്ടതില്ല, മറിച്ച് പടച്ചോന് വേണ്ടി മാത്രം നന്മകൾ പ്രവർത്തിക്കുക. ആരുടെയും പ്രശംസയോ പുകഴ്ത്തലോ ഇകഴ്ത്തലോ ഒന്നും യഥാർത്ഥത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതിൻ്റെ ആവശ്യകതയില്ല. ഒരു കർമ്മഫലം തരേണ്ടത് പടച്ചവനാണ്. അതുകൊണ്ട് മുന്നോട്ട് നോക്കിക്കൊണ്ട് നന്മ പ്രതീക്ഷിച്ചുകൊണ്ട്